ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മൾ ഇന്ന് ചെട്ടുളങ്ങര അമ്പലം എല്ലാവരും കേട്ടിട്ടുണ്ടാവുമല്ലോ. പ്രസിദ്ധമായ ഒരു അമ്പലമാണ്. അപ്പോൾ ഫെബ്രുവരി 15-ാം തീയതി ആണ് കുംഭപ്പറന്നൊക്കെയാണ്. അപ്പം നല്ല രസമാണ് കാണാൻ. ഭയങ്കര തിരക്കായിരിക്കും. നമുക്ക് നിൽക്കാൻ പോലും സൂചി കുത്താൻ പോലും സ്ഥലമില്ലായിരിക്കും. അപ്പോൾ എനിക്ക് പോകാൻ പറ്റുകയാണെങ്കിൽ ഞാൻ അതൊക്കെ വീഡിയോ ആയിട്ട് എടുത്ത് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ അവിടുത്തെ പൊങ്കാലയാണിപ്പോൾ. അപ്പം ഞാൻ അതിനു വേണ്ടി പോകുന്നതും അതിൻ്റെ പൊങ്കാല ഇടുന്നതും കാഴ്ചകളൊക്കെയാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ചെറിയൊരു വ്ളോഗായിരിക്കും. അപ്പോൾ മാക്സിമം ആരും സ്കിപ്പ് ചെയ്യാതെ കാണുക, അല്ല ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള ഭക്തിപരമായ കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീഡിയോ ആയിട്ട് എടുത്തത്, അത്ര തിരക്കിനിടയിലും. അപ്പോൾ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, എല്ലാവരും മാക്സിമം കാണുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് പറയാം. അപ്പോൾ കുംഭപ്പറന്നിക്ക് ഞാൻ മാക്സിമം പോയിട്ട് വീഡിയോ ഒക്കെ എടുത്ത് നിങ്ങളുടെ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോഴത്തെ വീഡിയോയിലേക്ക് നമുക്ക് പോയാലോ. അപ്പോൾ നമ്മൾ പൊങ്കാല ദേവിക്ക് സമർപ്പിച്ചത് എങ്ങനെയാണെന്ന് കാണാം. കം ഓൺ ഗൈസ്. നമ്മളിങ്ങനെ കലമൊക്കെ കിട്ടുമോ നോക്കി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പൊങ്കാല ഇടാൻ വേണ്ടിയിട്ട് എനിക്കും അമ്മയ്ക്കും കലം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സെർച്ച് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ നല്ല ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. കശുകൂടം ഫ്രണ്ടിലിരിപ്പുണ്ട്. അപ്പോൾ നമ്മുടെ ജേർണി ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ മാവേലിക്കരയോട്ടാണ് ഇപ്പോൾ പോകുന്നത്. പത്തനംതിട്ടയിൽ നിന്ന് മാവേലിക്കരയോട്ടുള്ള റൂട്ടാണിത്. അപ്പോൾ ഇങ്ങനെ നോക്കി പോവാണ്. ഇപ്പോൾ നമ്മൾ പന്തളം എത്തി, അയ്യപ്പൻ്റെ സ്വന്തം നാടായ പന്തളം. അപ്പം ഇങ്ങനെ എല്ലാം തിരക്കാണ്. പൊങ്കാലൊക്കെ ആയതുകൊണ്ട് ഭയങ്കര തിരക്കാണ് റോഡിൽ സാധനങ്ങൾ വാങ്ങിക്കാനൊക്കെ. അപ്പം ഞങ്ങളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറേ കാലമുള്ള കടയൊക്കെ കണ്ടു, പക്ഷെ അവിടെ ഒന്നും നിർത്തിയില്ല. പിന്നെ നമ്മളിങ്ങനെ സെർച്ച് ചെയ്ത് ഒരു ഇടത്ത് സൈഡിലൊക്കെ ആണെങ്കിൽ വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പം അങ്ങനെ ഒരു കലമൊക്കെ ഇരിക്കുന്ന കടയിൽ കയറി അവിടെ ഇങ്ങനെ നമ്മൾ കലം നല്ല ഹോളൊന്നും ഇല്ലാത്ത നല്ലൊരു കലം നോക്കി സെലക്ട് ചെയ്യാണ്. എനിക്ക് കുഞ്ഞു കലം മതിയായിരുന്നു. ഞാൻ പാൽപ്പായസം ഇടാന്ന് വെച്ചിട്ടാണ്. അമ്മ പിന്നെ ശർക്കര പൊങ്കലാണ് എപ്പോഴും ഇടുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഇങ്ങനെ കലം പിന്നെ ഗണപതി ഒരുക്കും അതൊക്കെ കൂടി വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. വിളക്കും ഒക്കെ ഞങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവന്നു, കിണ്ടിയും വിളക്കും ഒക്കെ. അപ്പോൾ ഈ കലം അമ്മ സെലക്ട് ചെയ്തു. പിന്നെ എനിക്കും കൂടി ഒരു കലം ഞാൻ എടുത്തു. പിന്നെ അങ്ങനെ കലം എടുത്തിട്ട് ഇപ്പം നമ്മൾ രണ്ടെണ്ണം കൂടി സെലക്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കുകയാണ്. ഇനി അതിലേക്ക് വെള്ളം ഒഴിച്ചാൽ ചേട്ടൻ വെള്ളം ഒഴിച്ച് തരാണ്, നമുക്ക് ഹോളൊന്നും ഇല്ലെന്ന് ഉറപ്പ് വരുത്താനായിട്ട്. അപ്പം അങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ച് നമ്മൾ കുറേ നേരം ഇങ്ങനെ വെച്ച് നോക്കി ലീക്ക് വല്ലതും ഉണ്ടോയെന്ന്. അപ്പം അതിനിടയ്ക്ക് അമ്മ ഗണപതി ഒരുക്കൊക്കെ വാങ്ങി. ഞാൻ ചുമ്മാ ഇങ്ങനെ റോഡിലോട്ടൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. കുഞ്ഞ് കാരണത്തിരിപ്പുണ്ട്. അപ്പം ഇങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ യാത്ര തുടങ്ങി. അപ്പം ഇങ്ങനെ നമ്മൾ തട്ടാരമ്പലത്തിൻ്റെ അവിടെ എത്തി. മാവേലിക്കര തട്ടാരമ്പലമാണ് ഇത്. നല്ല രസമുണ്ടല്ലേ, നല്ല അലങ്കാരമൊക്കെ ചെയ്ത് ലൈറ്റൊക്കെ ഇട്ട് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ ഇതാണ് തട്ടാരമ്പലം. ഇത് ഇവിടുന്ന് നമ്മളിങ്ങനെ സ്ട്രെയിറ്റ് പോയ ഹരിപ്പാടാണ്. അപ്പോൾ നമ്മൾ ലെഫ്റ്റിലേക്കാണ്, ചെട്ടുളങ്ങര അമ്പലത്തിലേക്കാണ് പോകുന്നത്. അതിൻ്റെ അടുത്തായിട്ടാണ് അപ്പച്ചിയുടെ വീട്. അങ്ങോട്ട് പോയി സ്റ്റേ ചെയ്തിട്ടാണ് നമ്മൾ പിറ്റേ ദിവസമാണ് പൊങ്കാല ഇടുന്നത്. അപ്പോൾ നമ്മളങ്ങനെ ഇങ്ങനെ പൊക്കോട്ടിരിക്കുകയാണ്. ചെറിയ കോൾഡൊക്കെ ആയതുകൊണ്ടാണ് വോയിസ് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഇഗ്നോർ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ അപ്പച്ചിയുടെ വീട്ടിലേക്ക് എത്തി. ഇതാണ് അപ്പച്ചിയുടെ വീട്. അപ്പോൾ അവിടെ ഇങ്ങനെ നമ്മളെല്ലാം ലഗേജൊക്കെ എടുത്ത് കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇറങ്ങി, അപ്പച്ചിമോളൊക്കെ ഇറങ്ങി വന്നു. പിന്നെ ഇത് നമ്മളെ കൊണ്ടുവന്നിട്ട് ചേട്ടനാണ്. പിന്നെ ഒരു നല്ലൊരു ചായ കുടിച്ചു. വലിയൊരു കപ്പായതുകൊണ്ട് കുറേ എനിക്ക് വയറങ്ങ് നിറഞ്ഞു. നല്ല സ്ട്രോങ് ആയിട്ട് ഇലക്കെ ഇട്ട് നല്ലൊരു ചായ കുടിച്ചു. പിന്നെ ഇങ്ങനെ ഞങ്ങൾ കാര്യങ്ങളൊക്കെ പറയാൻ നാളത്തെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞുങ്ങൾ ഭയങ്കര സന്തോഷമാണ്. പുതിയ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അവരങ്ങനെ ആദ്യമായിട്ട് അങ്ങോട്ട് പോകുന്നത്. പിന്നെ അവരിങ്ങനെ കളിയും തമാശയൊക്കെ ആയിട്ട് കളിപ്പാട്ടൊക്കെ അവിടെ ഒരു കുഞ്ഞിൻ്റെതുണ്ടായിരുന്നു, അത് വെച്ചിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ മാക്സിമം അവരെയൊന്നും വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല, പ്രൈവസി കൊണ്ട്. ഞാനിനി വരുന്ന വീഡിയോസിൽ എല്ലാവരും ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കുകയാണ്. ചപ്പാത്തി ഉണ്ടായിരുന്നു, നല്ല കുറുമ ഉണ്ടായിരുന്നു, ഫ്രൈഡ് റൈസ് ഉണ്ടായിരുന്നു, പപ്പടം, സലാഡ് ഒക്കെ ആയിട്ട് നല്ലൊരു ഹെവി ആയിട്ടുള്ളൊരു ലഞ്ച് തന്നെയായിരുന്നു. അപ്പോൾ അതൊക്കെ ഞങ്ങളിങ്ങനെ ടേസ്റ്റ് ചെയ്യാണ്. നല്ല റൈസൊക്കെ ആയിരുന്നു. അപ്പോൾ എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ അങ്ങനത്തെ ഡേ കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ നെക്സ്റ്റ് ഡേ ആണ്. അപ്പോൾ അപ്പച്ചി രാവിലെ എഴുന്നേറ്റ് വിളക്കൊക്കെ കത്തിച്ചു. രാവിലെ ആയതേ ഉള്ളൂ, 5 മണിയാവുന്നേ ഉള്ളൂ. ഇതിന് വിളക്കൊക്കെ കത്തിച്ച് ഞങ്ങൾ റെഡിയൊക്കെ ആയിട്ട് അടുത്ത് കൊഴിഞ്ഞല്ലൂർ എന്ന് പറഞ്ഞൊരു അമ്പലമുണ്ട്, അവിടെ പോയി തൊഴുതിട്ട് അങ്ങനെ പൊങ്കാല ഇടുന്ന സ്ഥലത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു.
അപ്പം ഞാനും റെഡിയായി. എനിക്ക് സാരി ഒന്ന് രാവിലെ എടുക്കാൻ വേത്തോണ്ട് ഞാൻ സെറ്റിൻ്റെ ചുരിദാർ ഇട്ടു ഓണത്തിനടുത്ത്. അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് ജസ്റ്റ് ഒരു 1/2 കിലോമീറ്ററൊക്കെ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ വിറവും ചട്ടിയും കലവും പിന്നെ അരിയും വിളക്കും ഗണപതി ഒരുക്കൊക്കെ ആയിട്ട് ഞങ്ങളിങ്ങനെ രാവിലെ തന്നെ പൊയ്ക്കൊണ്ടിരിക്കാൻ ചിറ്റപ്പം ഞങ്ങൾ കൊണ്ടുവിടാണ്. കുഞ്ഞുങ്ങളൊക്കെ അവിടെ കിടന്ന് ഉറങ്ങാണ്. അപ്പോൾ ഇങ്ങനെ എല്ലാവരും സ്ഥലമൊക്കെ പിടിച്ചിരിക്കുന്നുണ്ടോ. എല്ലാവരും ഇങ്ങനെ ഇരിക്കുകയാണ്. ഞങ്ങൾ അമ്പലത്തിൽ ഒത്തിരി ഫ്രണ്ടിലങ്ങ് പോയില്ല, കാരണം പുകയും കാര്യങ്ങളൊക്കെ ആയിരിക്കും, അടുത്തടുത്തായിരിക്കുമല്ലോ അടുപ്പ് കൂട്ടുന്നത്. അപ്പോൾ കുറച്ചിങ്ങോട്ട് മാറ്റിയിട്ടിരുന്നു. അപ്പം ഇങ്ങനെയാണ് ഞങ്ങളൊരു ചെറിയൊരു പോസ്റ്റിൻ്റെ അടുത്ത് ഇങ്ങോട്ട് മാറ്റിയിട്ട് ഇങ്ങനെ ഒരു കോർണറിൻ്റെ അവിടെ ഇങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ കലമൊക്കെ വെച്ച് എല്ലാം സെറ്റൊക്കെ ആക്കുകയാണ്. അമ്പലത്തിൽ വെടിക്കെട്ട് കേൾക്കുമ്പോൾ നമ്മൾ അടുപ്പൊക്കെ കത്തിച്ച് വിളക്കൊക്കെ കത്തിച്ച് തുടങ്ങുന്നതായിരിക്കും. അപ്പോൾ ഇതാ ഭയങ്കര ഇരുട്ടാണ്, ആൾക്കാരൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഗണപതി ഒരുക്കൊക്കെ സെറ്റാക്കി വെക്കാനുള്ള പ്ലാനിലാണ്. അപ്പം ഗണപതി ഒരുക്കൊക്കെ ഞങ്ങളെല്ലാം സെറ്റാക്കി വെച്ച് ഞാനും അമ്മ അപ്പച്ചിയാണ് പൊങ്കാല ഇടുന്നത്. അപ്പോൾ അനിയത്തൊന്നും ഇടുന്നില്ല, അവളും കുഞ്ഞുങ്ങളൊക്കെ നോക്കിയിട്ട് കാത്തുമൊക്കെ ആയിട്ട് അവിടെ ഇരിക്കുകയാണ്. അപ്പം ഞങ്ങളെല്ലാം റെഡിയാക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനിടയ്ക്ക് ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെയാണ്, കുറച്ച് ഞാനും ഹെൽപ്പൊക്കെ ചെയ്തു കേട്ടോ. എന്നിട്ട് ഇങ്ങനെ എല്ലാം അടുപ്പൊക്കെ ഇങ്ങനെ റെഡിയാക്കി വെച്ചു, കലമൊക്കെ വെച്ചു, അതിലേക്ക് വെള്ളമൊക്കെ ഒഴിച്ചു. ഞാൻ അടുപ്പൊക്കെ കത്തിക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ വെടിക്കെട്ട് കേൾക്കാൻ വേണ്ടി ഞങ്ങളിങ്ങനെ കാത്തിരിക്കുകയാണ്. അപ്പോഴത്തേനും ഇങ്ങനെ നേരം പുലർന്ന് വരുന്നതേ ഉള്ളൂ. അപ്പം അടുത്ത ആൾക്കാരൊക്കെ ഇങ്ങനെ വന്ന് സെറ്റൊക്കെ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. നല്ലൊരു വൈബാണ് കേട്ടോ. നമ്മൾ പൊങ്കാലൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു മനസ്സിനൊക്കെ നല്ലൊരു തൃപ്തി കിട്ടും, നല്ലൊരു സമാധാനമൊക്കെ കിട്ടും. അപ്പോൾ എന്തെങ്കിലും നമ്മൾ ആഗ്രഹിച്ചൊക്കെ പൊങ്കാലൊക്കെ ഇടുകയാണെങ്കിൽ അത് നടക്കുമെന്നാണ് പറഞ്ഞു കേട്ടുള്ളത്. എനിക്ക് മാക്സിമം അങ്ങനെ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. വർഷത്തിലൊരിക്കലല്ലേ ഉള്ളൂ. അപ്പം പറ്റുന്നവരൊക്കെ വന്ന് ഇടുക. ആറ്റുകാലൊക്കെ പൊങ്കാല ഇടുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ചട്ടം അങ്ങനെയൊക്കെ വന്ന് പറ്റാമെങ്കിൽ ഇടുക. അപ്പം ഇങ്ങനെ ഞങ്ങൾ അടുപ്പൊക്കെ കത്തിച്ചു. അപ്പോഴത്തേന് നേരം ഇങ്ങനെ വെളുത്ത് വന്നിട്ടുണ്ട്, ഒരു 7 മണിയൊക്കെ ആയിട്ടുണ്ട്. ഇവിടെയൊക്കെയാണ് നമ്മുടെ തേരൊക്കെ കെട്ടുന്നത്. കളിക്കാൻ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരങ്ങോട്ട് പോവുകയാണ്. അപ്പോഴത്തേന് നമ്മുടെ ഇങ്ങനെ ശരിയായി വരുന്നുണ്ട്. പിന്നെ ചായ കൊടുക്കും എല്ലാവർക്കും. ചായ ഉണ്ട്, വിത്തൗട്ടും അല്ലാതെ മധുരയിട്ട ചായ ഉണ്ട്. പിന്നെ പഴം, ബിസ്ക്കറ്റ്, അങ്ങനെ ഒത്തിരി സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ വിശപ്പൊക്കെ മാറും. പിന്നെ ഇങ്ങനെ ചിറ്റപ്പൻ ഇടുന്നു ബിസ്ക്കറ്റൊക്കെ വാങ്ങിച്ചുകൊണ്ടൊന്ന് എല്ലാവർക്കും കൊടുക്കുകയാണ്. ഞാനിങ്ങനെ ചായയൊക്കെ കുടിച്ചൊന്ന് ഉഷാറൊക്കെ ആയി വരികയാണ്. പിന്നെ നമ്മുടെ കുറച്ച് റിലേറ്റീവ്സ് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആയിട്ടുണ്ട്, അമ്പലത്തിൻ്റെ 4 സൈഡിലൊക്കെ ആയിട്ടുണ്ട്. അങ്ങനെ സൂര്യൻ ഉദിച്ച് വരുന്നേ ഉള്ളൂ. ഞങ്ങൾ കറക്റ്റ് കിഴക്ക് സൈഡിൽ തന്നെയാണ് ഇരുന്നത്. അങ്ങനെ സൂര്യൻ വരുന്നത് കണ്ടോ. പിന്നെ ഞങ്ങൾ തളിക്കാൻ വേണ്ടിയിട്ടുള്ളതൊക്കെ വയ്ക്കുമ്പോൾ ഒരു കൊച്ചു പയ്യൻ പഴമൊക്കെ കൊണ്ട് എല്ലാവർക്കും തരുന്നുണ്ട്. പിന്നെ ഇപ്പം നല്ല വെയിലൊക്കെ ആയി. ഇപ്പം അപ്പുറത്തുനിന്നായിരിക്കും തളിക്കാൻ വരുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ തളിച്ച് കഴിഞ്ഞാൽ വേണ്ടി നമ്മുടെ ദേവിക്ക് സമർപ്പിച്ചിട്ടാണ് നമ്മൾ ബാക്കിയൊക്കെ ചെയ്യുക. ഞങ്ങൾ കർപ്പൂരമൊക്കെ വെച്ചിട്ടുണ്ട്, എല്ലാം അടച്ച് വെച്ചിട്ടുണ്ട്. പാൽപ്പായസം റെഡിയായി, എന്നിട്ട് ശർക്കരപ്പൊങ്കൽ റെഡിയായി, എല്ലാം ഞങ്ങൾക്ക് വെച്ചിട്ടുണ്ട്. തളിക്കാൻ അവർ വന്നു കേട്ടോ. തിരുമന്മാരൊക്കെ തളിക്കാൻ വന്നിട്ടും തളിച്ച് പൂവൊക്കെ നമ്മൾ ദക്ഷിണയൊക്കെ വാങ്ങിച്ചിട്ട് പോയി കഴിയുമ്പോഴാണ് നമ്മുടെ പൊങ്കാലയുടെ എല്ലാം ഫുൾഫില്ലാവുന്നത്. ഇങ്ങനെ തമാശയൊക്കെ തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളെല്ലാം വീട്ടിൽ വന്നു. പിന്നെ നല്ല ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് നല്ലൊരു ലെമൺ ജ്യൂസ് കുടിച്ചു കേട്ടോ. നല്ല എരിവായിരുന്നു, നല്ല ടേസ്റ്റായിരുന്നു. അങ്ങനെ ഒരു ലെമൺ ജ്യൂസൊക്കെ കുടിച്ചു. പിന്നെ അപ്പോഴത്തേക്കും നല്ല മഴ പെയ്തു കേട്ടോ. നല്ല മഴ പെയ്തു, നല്ല കാലാവസ്ഥയായി മാറി. പിന്നെ ഞങ്ങളൊക്കെ ഇങ്ങനെ വന്ന് ഇറങ്ങുകയാണ്. പിന്നെ അമ്മയപ്പച്ചെല്ലാം കൂടെ കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ചീനി അരിയുന്ന പരിപാടിയാണ്. അപ്പോൾ കാശുക്കുട്ടൻ അവിടെ ഇവിടെ കൂടി നടക്കുകയാണ്. അങ്ങനെ ഒത്തിരി സ്ഥലമൊക്കെ കിട്ടി കളിക്കാൻ. അപ്പോൾ അതിൻ്റെ ഭയങ്കര സന്തോഷത്തിലാണ്. എന്താണ് അവിടുത്തെ സ്ഥലം. ഞങ്ങളിങ്ങനെ ചുമ്മാ ഈയത്തൊക്കെ ഇങ്ങനെ നടന്നിട്ട് വാഴയും തെങ്ങും ചെടികളൊക്കെ നോക്കി കാശുക്കുട്ടനോട് ഇങ്ങനെ ഓടി കളിക്കുകയാണ്. കുഞ്ഞ് ലച്ചൂട്ടിയാണെങ്കിൽ ഉറങ്ങി, കുഞ്ഞു പാവ അവൾ ഉറങ്ങി. പിന്നെ കുഞ്ഞാണെങ്കിൽ ഇങ്ങനെ ഓരോന്നൊക്കെ പെറുക്കി ഇങ്ങനെ ഭയങ്കര തമാശയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓടി നടക്കുകയാണ്. അതിനിടയ്ക്ക് റിലേറ്റീവ്സ് കുറേ പേരൊക്കെ വന്നു. അവരുടെ അടുത്തൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു. പിന്നെ ഞങ്ങൾ കപ്പയും നല്ല മീൻ കറിയും കഴിച്ചു കേട്ടോ.
നല്ല കപ്പയും നല്ല മീൻകറിയൊക്കെയായിരുന്നു. നല്ല ടേസ്റ്റായിരുന്നു. അപ്പം നല്ല ഫുഡൊക്കെ ഇങ്ങനെ കഴിച്ച് ഞങ്ങളിങ്ങനെ സംസാരിച്ചിട്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പം ഇങ്ങനെ ഫുഡൊക്കെ ഇങ്ങനെ കഴിച്ചു. ഞാൻ വെച്ചിട്ട് കപ്പ, എനിക്ക് വിശപ്പില്ലാന്ന് വെച്ചാൽ കപ്പ കണ്ടപ്പം ചാടി എടുത്ത്. ഇതുണ്ട് ഈ അച്ചാർ കണ്ടോ, നല്ലൊരു അച്ചാർ, ലവലൊലിക്കാന്ന് പറഞ്ഞിട്ട് നല്ല ടേസ്റ്റാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞു ഞങ്ങളിങ്ങനെ വീട്ടിലേക്ക് പോവാണ്. തിരിച്ച് പത്തനംതിട്ടയിൽ നിന്നുള്ള നമ്മുടെ വീട്ടിലേക്ക് ഇങ്ങനെ വരാണ്. നമ്മുടെ ട്രിപ്പൊക്കെ കഴിഞ്ഞ് നമ്മുടെ വീട്ടിലേക്ക് ഇങ്ങനെ വന്ന് കയറി അങ്ങനെ നമ്മുടെ പൊങ്കാലയ്ക്ക് പോയിട്ട് വന്നിട്ട് തീരുന്നു ഗൈസ്. അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ പൊങ്കാലയിടുന്നതും കാര്യങ്ങളും എല്ലാം കണ്ടു എന്ന് വിചാരിക്കുന്നു. ഭയങ്കര തിരക്കാണ് പൊങ്കാലയിടുന്ന സ്ഥലത്ത്. നമ്മൾ അമ്പലത്തിൻ്റെ ഫ്രണ്ട് ഇരിക്കുകയൊക്കെ ആണെങ്കിൽ ഭയങ്കര തിരക്കായിരിക്കും. ഞങ്ങൾ ഇച്ചിരി മാറിയാണ് ഇരുന്നത്, പുകയും കാര്യങ്ങളൊന്നും അടിക്കാതിരിക്കുക. ഒന്നാമതൊരു ഫീവറിഷ് ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ പൊങ്കാലയിടാൻ പറ്റാത്തവർക്കും കാണാൻ പറ്റാത്തവർക്കും എൻ്റെ വ്ളോഗിലൂടെ കാണാൻ പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി നമ്മുടെ അടുത്ത വീഡിയോയിലേക്ക് കാണുന്നിടം വരെ ബൈ, ലവ് യു, ടേക്ക് കെയർ.